Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാർ നമുക്ക് ആദ്യം US മാർക്കറ്റിലോട്ട് തന്നെ പോകാം. US മാർക്കറ്റിൽ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു പോസിറ്റീവായൊരു ക്ലോസിംഗ് US മാർക്കറ്റിന് നടത്താൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ നോക്കുമ്പോൾ നാസ്ഡാക്കിലൊക്കെ 1.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. S&P 500 0.5% തൊട്ട് മുകളിലേക്കുള്ള ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. ഡൗ ജോൺസിൽ 0.21% നേട്ടമായിരുന്നു. US മാർക്കറ്റിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ വിഷ്ണു, അമേരിക്കൻ മാർക്കറ്റിലെ ഡൗ ജോൺസ് നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒത്തിരി ദിവസങ്ങളായിട്ട് ശ്രദ്ധിച്ചിരുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 41,200 പോയിന്റ് ആയിരുന്നു. ആൻഡ് ഇന്നലത്തെ വ്യാപാരത്തിൽ നമുക്ക് ആ ഒരു ലെവല് ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എക്സ്പെക്ടേഷൻ താമസിക്കാതെ തന്നെ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടും. അമേരിക്കയുടെ ഡൗ ജോൺസ് ഇൻഡെക്സിൽ നമുക്ക് ഷോർട്ട് ടേമിലെങ്കിലും അറ്റ്ലീസ്റ്റ് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കും. 41,200 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 42,400 പോയിന്റ് ആയിരിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ അതിനേക്കാൾ ശക്തമായ ഒരു പ്രകടനമായിരുന്നു ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. നമുക്ക് ആ തുടക്കത്തിൽ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിച്ചു. അതിൽ ഏറ്റവും അധികം നമ്മളെ സഹായിച്ചത് മൈക്രോസോഫ്റ്റ് ആയിരുന്നു. മൈക്രോസോഫ്റ്റിന്റെ കേസിൽ 9% ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ മെറ്റ, ടെസ്ല മുതലായ സ്റ്റോക്സിലൊക്കെ ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഷോർട്ട് ടേം ട്രെൻഡ് നാസ്ഡാക്കിൽ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 20,000 പോയിന്റ്, അതിനുശേഷം 20,450 പോയിന്റ്. 20,450 പോയിന്റ്സിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് പോലും നാസ്ഡാക്ക് ഇൻഡെക്സിൽ ബുള്ളിഷായി മാറും. നമ്മൾ ടെക്നോളജി സ്റ്റോക്സിനോടൊപ്പം തന്നെ നമ്മൾ അമേരിക്കൻ വിപണിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത് ഈ സമയത്ത് JP മോർഗൻ, ബാങ്ക് ഓഫ് അമേരിക്ക ആൻഡ് സിറ്റി ബാങ്ക്. ഈ 3 വലിയ ബാങ്കിങ് സ്റ്റോക്സിലും ഒത്തിരി ആഴ്ചകളായിട്ട് നമുക്ക് നല്ലൊരു ഹെൽത്തി കറക്ഷൻ ആയിരുന്നു കാണാൻ സാധിച്ചത്. അതിനുശേഷം വീണ്ടും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഒന്നിച്ച ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാർ, ഇനി നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് നോക്കാം. കമ്മോഡിറ്റി മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന നിലവിലൊരു നേട്ടമാണ്. ബ്രെന്റ് ക്രൂഡും ക്രൂഡ് ഓയിലൊക്കെ ഏകദേശം 0.8% ഒരു മുന്നേറ്റം ഇന്ന് മാർക്കറ്റിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ക്രൂഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ നമ്മൾ ബ്രെന്റ് ക്രൂഡ് നോക്കുമ്പോഴേക്കും ഇന്നലത്തെ ട്രേഡിൽ നല്ലൊരു സെൽ ഓഫ് വീണ്ടും കണ്ടിരുന്നു. ബട്ട് ക്ലോസിംഗ് ടൈം ആയപ്പോഴേക്കും നമുക്ക് ബ്രെന്റ് ക്രൂഡിന്റെ കേസിൽ ഒരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചിരുന്നു. സോ ഷോർട്ട് കവറിംഗ് തുടരുന്ന സമയത്ത് നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് $65 ആയിരിക്കും. കറന്റ് ലെവൽസിൽ നൈദർ ലോങ് പൊസിഷൻ നോർ ഷോർട്ട് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ, സ്വർണ്ണത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ഇന്ന് 0.38% ഒരു നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു 3 ദിവസങ്ങളിലൊരു നെഗറ്റീവായൊരു ക്ലോസിംഗ് ആയിരുന്നു ഗോൾഡ് നടത്തിയിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ ഒരു നേട്ടത്തിൽ ട്രേഡ് ചെയ്യാൻ ഗോൾഡിന് സാധിക്കുന്നുണ്ട്. ഗോൾഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഏപ്രിൽ 22 ആയിരുന്നു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്. അതിനുശേഷം തുടർച്ചയായിട്ട് 6 ട്രേഡിംഗ് സെഷൻസിൽ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു. സോ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് കൈവശം നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $3,210 സപ്പോർട്ട് ലെവൽ ശ്രദ്ധിച്ചിരിക്കണം. ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് വീണ്ടും ഒരു ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ $3,325 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സാർ, നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് നിഫ്റ്റി 50 കഴിഞ്ഞ ദിവസം ഒരു ക്ലോസിംഗ് കാണാൻ സാധിച്ചത് ഒരു ഫ്ലാറ്റ് ആയിട്ട് ഒരു നേരിയ ഇടിവ് 0.01% ഒരു ഫ്ലാറ്റ് ഇടിവ് രേഖപ്പെടുത്തി 24,334 എന്നൊരു ലെവലിലായിരുന്നു ക്ലോസ് ചെയ്തത്. നമ്മളിതിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ച ഒരു 50 മിനിറ്റ്സ് ക്യാൻഡിൽസ് ഒക്കെ നോക്കുമ്പോൾ ഒരു സൈഡ് വൈസ് രീതിയിലുള്ള ഒരു മാർക്കറ്റായിരുന്നു നിഫ്റ്റി 50 കഴിഞ്ഞൊരു ദിവസം ട്രേഡിംഗ് നടത്തിയത്. എന്നാൽ ലാസ്റ്റ് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കുമ്പോൾ 0.4% ഒരു സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് തന്നെ ആ ഒരു ഫ്ലാറ്റായിട്ട് തന്നെയുള്ളൊരു ക്ലോസിംഗ് ആയിരുന്നു നിഫ്റ്റി 50 നടത്തിയത്. നിഫ്റ്റി 50യിൽ ഇപ്പോൾ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. സോ നിഫ്റ്റി 50യുടെ കേസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 24,500 പോയിന്റ്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 24,570, 24,650, അതിനുശേഷം 24,800. 24,800 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും നമുക്ക് അതിശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും.
സോ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇന്നലെ ഒരു 0.5% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. 55,087 എന്നൊരു ലെവലിലായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഒരു ക്ലോസിംഗ് എടുത്തത്. അതായത് 304 പോയിൻറ്റിൻ്റെ ഒരു ഇടിവാണ് ഈ ഒരു സൂചിക രേഖപ്പെടുത്തിയത്. HDFC ബാങ്ക് ഒഴിച്ച് ബാക്കിയുള്ള ബാങ്കിൻ ഓഹരികൾ, അതായത് ഈ ഒരു സൂചികയിൽ വരുന്ന ഓഹരിയിലൊക്കെ ഒരു ഇടിവായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഇനി? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്കറിയാം കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നിഫ്റ്റി 50 അപേക്ഷിച്ച് നമുക്ക് ഔട്ട് പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 55,700 പോയിന്റ്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 2000 പോയിന്റിന്റെ നേട്ടമെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു സ്റ്റോക്കിംഗ് ഫോക്കസിലോട്ട് വരുമ്പോൾ ആദ്യം ഒരു സ്റ്റോക്കിനെ പറ്റി ചോദിക്കാനുള്ളത് HBL എഞ്ചിനീയറിങ്ങിനെ പറ്റിയാണ്. കമ്പനിയുടെ ഒരു ന്യൂസ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് 428 കിലോമീറ്റർ വിസ്തൃതിയുള്ള 48 സ്റ്റേഷനുകളായി കവച് പദ്ധതി റെയിൽവേയിൽ നിന്നുള്ള ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഒരു കരാറിന് വേണ്ടി കവച് നൽകുന്നതിനായി ഏകദേശം 145 കോടി രൂപയുടേതാണ് ഈ ഒരു കരാർ എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് 2.42% ഒരു ഇടിവായിരുന്നു ഒരു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. ഏതായാലും ഈ ഒരു സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഇപ്പോൾ ഒരു 35% ഇടിവ് രേഖപ്പെടുത്തുന്ന ലെവലിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? HBL Engineering is a small cap stock and ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും നമുക്ക് ബെയറിഷ്നെസ് കാണാൻ സാധിക്കുന്നത്. ബട്ട് എങ്കിലും മാർച്ച് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നല്ലൊരു റിക്കവറി ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നമ്മൾ 500 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 540, 583 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് NBCC ആണ്. NBCCയുടെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഇടിവിലോട്ട് ഈ ഒരു സ്റ്റോക്ക് വന്നെങ്കിലും കഴിഞ്ഞൊരു മാസത്തിൽ ഈ ഒരു സ്റ്റോക്ക് 12% ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് ആണ് നടത്തിയത്. ഈ ഒരു മാസം നോക്കുമ്പോൾ ഏകദേശം ഒരു 16% ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഏപ്രിൽ. നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ ഒരു ന്യൂസ് ലഭ്യമായിട്ടുള്ളത് ന്യൂഡൽഹിയിലെ സുഷമ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഏകദേശം 95.6 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനത്തിനുള്ള ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു എന്നുള്ളൊരു ന്യൂസുമുണ്ട്. NBCCയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? NBCCയുടെ കേസിൽ നമുക്ക് അഗൈൻ മാർച്ച് മാസത്തിന് ശേഷം നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് സ്റ്റോക്കിന്റെ ലോങ് ടേം റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള 103 രൂപ ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 103 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷം നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. സർ, നമുക്കിനി അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് NCC ആണ്. നിലവിൽ ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ 2.2% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയായിട്ട് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 211 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് ഈ ഒരു സ്റ്റോക്കിലുള്ളത്. ഈ ഒരു സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിച്ചത് കഴിഞ്ഞ ജൂലൈയിലായിരുന്നു. അതിനുശേഷം ആ ഒരു ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിയതിന് ശേഷം പിന്നീട് തുടർച്ചയായി എല്ലാ മാസങ്ങളിലും ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ഈ ഒരു സ്റ്റോക്ക്, അതായത് ഫെബ്രുവരി മാസം വരെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. എന്നാൽ മാർച്ചിൽ നോക്കുമ്പോൾ 19% ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ബോട്ടം കണ്ടോ? താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? NCCയുടെ കേസിൽ വീണ്ടും ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റിയും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. നിലവിൽ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 228 രൂപയല്ല. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 240, 260, 275 ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. നമുക്ക് ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ജിയോ ഫൈനാൻസ് ആണ്. ജിയോ ഫൈനാൻസ് നോക്കുമ്പോൾ 1% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയായിട്ട് കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ 260 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും IPOയ്ക്ക് ശേഷം പിന്നീട് ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ 2024 ഏപ്രിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഒരു നിരാശപ്പെടുത്തുന്ന ഒരു ലെവലിലോട്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. എന്നാൽ കഴിഞ്ഞൊരു മാസം ഈ ഒരു സ്റ്റോക്കിൽ 9% ഒരു നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഇപ്പോഴൊരു ടേക്ക് എന്താണ്? വിഷ്ണു, ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഐ ഹാവ് പേഴ്സണൽ സ്റ്റോക്ക് ഹോൾഡിങ്സ് ഇൻ ജിയോ ഫൈനാൻഷ്യൽ ആൻഡ് ഈ സ്റ്റോക്കിൽ വിഷ്ണു പറഞ്ഞത് വളരെ ശരിയാൽ. ഡീലിസ്റ്റിംഗിന് ശേഷം ഈ സ്റ്റോക്കിൽ
ഒത്തിരി ഒത്തിരി സെല്ലിംഗ് പ്രഷർ വന്നിട്ട് നമ്മളെയൊക്കെ നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്ക് ആയിരുന്നു. എങ്കിലും ഈ സ്റ്റോക്കിന് അതിശക്തമായിട്ടൊരു റെസിസ്റ്റൻസ് ലെവൽ, സപ്പോർട്ട് ലെവൽ 200 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇനി എളുപ്പത്തിന് ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഏപ്രിൽ മാസത്തിന്റെ തുടക്കം മുതൽ തന്നെ ഈ സ്റ്റോക്കിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്ക് വീണ്ടും ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ സപ്പോർട്ട് ഏരിയ. ആദ്യത്തത് 240, അതിനുശേഷം 200 രൂപയും. ഇതിന്റെ ഏറ്റവും മേജർ റെസിസ്റ്റൻസ് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന 290 രൂപ. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് റെയ്മണ്ട് ലിമിറ്റഡ് ആണ്. നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് ട്രേഡിൻ്റെ 2% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തി 1527 എന്നുള്ളൊരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞൊരു ജൂലൈയിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ ഒരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് ഒരു ഇടിവായിരുന്നു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 35% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ലെവലിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ റെയ്മണ്ടിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റെയ്മണ്ടിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1545 കാണുന്നത്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1600, 1635, 1670. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അവിടെ നിന്നും ഓൾമോസ്റ്റ് ഒരു 75 രൂപയുടെ നേട്ടം കൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഡിക്സൺ ടെക്നോളജീസ് ആണ്. നിലവിൽ 1% ഒരു ഇടിവായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. 16,452 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈ ഡിസംബറിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് തുടരെ 3 മാസങ്ങളിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ഒരു ക്ലോസിംഗ് എടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു മാസം സ്റ്റോക്ക് ഇപ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ഡിക്സൺ ടെക്നോളജീസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഡിക്സന്റെ കേസിൽ നമ്മൾ മറ്റ് ടെക്നോളജി സ്റ്റോക്സിനെ അപേക്ഷിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്ന ബുള്ളിഷ്നെസ് ആണ്. സോ ഇൻഫോസിസ്, വിപ്രോ മുതലായ മേജർ IT സ്റ്റോക്സിലൊക്കെ സെല്ലിംഗ് പ്രഷർ നേരിടുന്ന സമയത്ത് ഏപ്രിൽ മാസത്തിൽ ഈ ഡിക്സൺ ടെക്നോളജിയുടെ കേസിൽ നമുക്കൊരു ടേൺ അറൗണ്ട് വയ്ക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്ക് 16,400, 17,200 ഈ ഒരു റേഞ്ചിൽ കൺസോൾട്ടേഷൻ നടത്തി വരുന്നു. നമുക്ക് ഫൈനാൻഷ്യൽസ് കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 17,150. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 18,120, 18,600, 19,100. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഐഡിയ ഫോർജ് ലിമിറ്റഡ് ആണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഏതായാലും ഒരു ലിസ്റ്റിങ്ങിന് ശേഷം പിന്നീട് അങ്ങോട്ടൊരു നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാര്യമായൊരു മുന്നേറ്റമൊന്നും ഈ ഒരു സ്റ്റോക്കിൽ ഒരു മാസത്തിലും രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു സ്റ്റോക്കിനെ പറ്റി താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വിഷ്ണു, അൺഫോർച്ചുനേറ്റ്ലി ഐഡിയ ഫോർജ് ടെക്നോളജി കഴിഞ്ഞ 2 മാസമായിട്ട് നിഫ്റ്റിയുടെ റിക്കവറിയിൽ പങ്കുചേർന്നിട്ടില്ല. ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തതിന് ശേഷം തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിന്റെ ഒരു ബോട്ടം കണ്ടു കഴിഞ്ഞു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുമില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 350 രൂപയിൽ ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 412 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ആണ്. നിലവിൽ 1.21% ഒരു ഇടിവാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു സ്റ്റോക്കിന് ട്രേഡിങ്ങിൽ കാഴ്ചവെക്കാൻ സാധിച്ചത്. 122 ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു ലിസ്റ്റിങ്ങിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്നിരുന്ന സ്റ്റോക്ക് കഴിഞ്ഞൊരു മാസത്തിൽ, അതായത് മാർച്ചിൽ 13% ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തിരുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് നമുക്ക് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിന് ശേഷം ഗ്രാജുവലായിട്ട് നല്ലൊരു റിക്കവറി നേട്ടം തന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ്. സോ ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നേരിയ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്.
സോ നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 115 രൂപ. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യപ്പെട്ടാൽ നമുക്ക് വീണ്ടും ഒരു പുതിയൊരു റിക്കവറി സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 126 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 128, 134, 137, 140 ഇതൊക്കെ ആയിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽസ്. സർ, ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് IPO കഴിഞ്ഞ 2024 അവസാനം ലിസ്റ്റ് ചെയ്ത സ്വിഗ്ഗിയെ പറ്റിയാണ്. സ്വിഗ്ഗി നോക്കുമ്പോൾ ആ ഒരു ലിസ്റ്റിങ്ങിന് ശേഷം പിന്നീട് ഒരു ഓൾ ടൈം ഹൈ ഡിസംബറിലായിരുന്നു രേഖപ്പെടുത്തിയത്. ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിയതിന് ശേഷം പിന്നീട് തുടർച്ച അങ്ങോട്ട് ഒരു വലിയ തോതിലുള്ള ഒരു നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. കഴിഞ്ഞൊരു മാസം പോലും സ്റ്റോക്ക് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് എടുത്തായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുമുണ്ട്. സ്വിഗ്ഗിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി സ്വിഗ്ഗിയുടെ കേസിൽ നമുക്ക് വീക്ക്നെസ്സേ കാണാൻ സാധിക്കുന്നുള്ളൂ. ആൻഡ് വിഷ്ണു പറഞ്ഞ പോലെ ലിസ്റ്റിങ്ങിന് ശേഷം നമ്മളെയൊക്കെ ഒത്തിരി നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്കാണ് സ്വിഗ്ഗി. സോ കഴിഞ്ഞ ദിവസം ഇറ്റേണൽ, അതായത് സൊമാറ്റോയുടെ ക്വാർട്ടർലി ആൻഡ് ആനുവൽ റിസൾട്ട് വളരെ ഒരു സാറ്റിസ്ഫൈങ് റിസൾട്ട് അല്ലായിരുന്നു സൊമാറ്റോ കാഴ്ചവെച്ചിരിക്കുക. സോ എനിക്ക് തോന്നുന്നത് സ്വിഗ്ഗിയുടെ കേസിലും ക്വാർട്ടർലി റിസൾട്ട് അത്ര മെച്ചമായിരിക്കത്തില്ല എന്ന്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 300 രൂപയിൽ ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് ഷോർട്ട് ടേമിലെ ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 360 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സർ, ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് LIC ആണ്. LIC നോക്കും 0.64% ഒരു ഇടിവാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. നിലവിൽ നോക്കുമ്പോൾ 795 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം 34% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ആ ഒരു ലെവലിലാണ്. LICയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? LICയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബ്രോഡർ നിഫ്റ്റി 50 ഈ സ്റ്റോക്ക് കഴിഞ്ഞ 2 മാസമായിട്ട് അണ്ടർ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് 760 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കാം. ഷോർട്ട് ടേമിൽ നമുക്ക് വീണ്ടും ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ ഈ സ്റ്റോക്ക് 832 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 70-75 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ആണ്. നിലവിൽ 0.6% ഒരു നേട്ടമാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. 2928 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു കൺസോൾട്ടേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്ക്. ഇറ്റ്സ് എ ബ്ലൂ ചിപ്പ് കമ്പനി. ആൻഡ് ജനുവരി മാസത്തിൽ 3280 ഓൾ ടൈം ഹൈ നമുക്ക് കാഴ്ചവെച്ചതിന് ശേഷം ഈ സ്റ്റോക്കിൽ വലിയൊരു സെൽ ഓഫ് ആയിരുന്നു ഏപ്രിൽ തുടക്കം മുതൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന ഒരു എൻട്രി ലെവൽ എന്ന് പറയുന്നത് 2720 മുതൽ 2800 രൂപ വരെ ആയിരിക്കും. ആ ഒരു റേഞ്ചിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. സർ, ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് സ്റ്റാലിൻ ഇന്ത്യ ഫ്ലൂറോ കെമിക്കൽസ് ആണ്. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റിങ്ങിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് ലിസ്റ്റിങ്ങിന് ശേഷം കഴിഞ്ഞ അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിംഗ് മന്തും അതിന് തൊട്ട് മുൻപും ശേഷമുള്ള മന്തിലൊക്കെ വലിയ തോതിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ട്രേഡിംഗ് ക്ലോസ് ചെയ്തത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? So Stalin India Fluorochemicals, വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റിയും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ലിസ്റ്റിങ്ങിന് ശേഷം വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഈ സ്റ്റോക്കിൽ ഹെവി സെല്ലിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 58 രൂപയുടെ സ്റ്റോക്ക് ശ്രദ്ധിച്ചിരിക്കണം. ഈ സ്റ്റോക്കിന് 80 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ സ്റ്റോക്ക് ഷോർട്ട് ടേം ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ.
സർ ഇനിയൊരു സ്റ്റോക്ക് നമുക്ക് ചോദിക്കാനുള്ളത് ഗോദ്രേജ് ഭാഗത്തു നിന്നുള്ള ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റിനെ പറ്റിയാണ്. ഗോദ്രേജ് ഗ്രൂപ്പിൽ നിന്നുള്ള നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ 0.17% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയായിട്ട് കാണാൻ സാധിക്കുന്നത് ലാസ്റ്റ് ട്രേഡിങ്ങിൽ. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം പിന്നീട് അങ്ങോട്ടൊരു ഇടിവ് രേഖപ്പെടുത്തി വന്ന ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ഒരു മാർച്ചിൽ ഏകദേശം 15% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോക്കാണ് ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്റ്റ്. ആൻഡ് വിഷ്ണു പറഞ്ഞ പോലെ ഒരു വലിയൊരു കറക്ഷന് ശേഷം മാർച്ച് മാസത്തിന് ശേഷം നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറുന്ന ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1281 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 1330, 1360, 1380, 1440. സോ ഏത് പോർട്ട്ഫോളിയോയിലും ലോങ് ടേമിന് വേണ്ടി ഹോൾഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്റ്റ്. സർ ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ്. സ്റ്റോക്ക് 1.5% ഒരു നേട്ടമാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 137 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 25% ഇടിവ് രേഖപ്പെടുത്തുന്ന ആ ഒരു ലെവലിലാണ്. IOCയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ IOC കഴിഞ്ഞ ആഴ്ച നമുക്ക് റിസൾട്ട് നൽകിയപ്പോഴേക്കും വളരെ എക്സൈറ്റിംഗ് ഒരു റിസൾട്ട് അല്ലായിരുന്നു. ഞാൻ നേരത്തെ ഇതേ ഫോർത്തിൽ സൂചിപ്പിച്ചതുപോലെ IOC ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം മുതലായ സ്റ്റോക്സിലൊക്കെ നമുക്ക് ഷോർട്ട് ടേമിന് വേണ്ടി മാത്രമേ ഇത്തരം സ്റ്റോക്സിൽ നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കത്തുള്ളൂ. കാര്യം ഇത്തരം കമ്പനികളുടെ ഫോർച്യൂൺസ് ഒക്കെ ക്രൂഡ് ഓയിലിന്റെ വിലയിലാണ് ഇത് നിലനിൽക്കുന്നത്. സോ നമുക്കറിയാം കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ വലിയൊരു ഇടിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമുക്ക് മാർച്ച് മാസത്തിന് ശേഷം ഈ ഇന്ത്യൻ ഓയിൽ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയത്തിലൊക്കെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്. കൈവശം ട്രേഡിംഗ് പർപ്പസിന് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. 130 സ്റ്റോപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 150 രൂപയിൽ. 150 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമുക്ക് വലിയൊരു കുതിപ്പ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. സർ ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് അപ്പോളോ ഹോസ്പിറ്റലാണ്. നിലവിൽ 0.2% ഒരു ഇടിവായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. 6977 എന്നൊരു ലെവലിലാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് ട്രേഡർ പ്രൈസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിൽ ഈ ഒരു സ്റ്റോക്ക് നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗുമായിരുന്നു എടുത്തിരുന്നത്. അപ്പോളോ ഹോസ്പിറ്റലിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ അപ്പോളോ ഹോസ്പിറ്റൽ അഗെയിൻ ഏത് ലോങ് ടേം പോർട്ട്ഫോളിയോയിലും നമുക്ക് ഹോൾഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് അപ്പോളോ ഹോസ്പിറ്റൽ. മാർച്ച് മാസത്തിൽ 6000 രൂപയിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്ക് നമുക്ക് ഏകദേശം ഒരു മാസത്തിനിടെ 1200 രൂപയുടെ നേട്ടമായിരുന്നു നമുക്ക് നൽകിയത്. അതിനുശേഷം കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ വി ക്യാൻ സി പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 6700 മുതൽ 6800 വരെ. ആ റേഞ്ചിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 6400 രൂപ. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും ഐഫിൻ്റെ പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ കൂടുതൽ എക്സ്പേർട്ട് ഒപ്പീനിയൻസും മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും ലഭ്യമാകാൻ വേണ്ടി മൈഫിൻ TV ആപ്പ് ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ഐ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഏതായാലും ഈ ഒരു എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ഷോ മാർക്കറ്റ് സ്ക്രീനറാണ്. സോ സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം.